മാന്യസദസ്സിന് എൻ്റെ വന്ദനം. ഇന്ന് ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനം, അതായത് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പിറന്നാൾ. പഠനം ക്രിയാത്മകത നൽകുന്നു. ക്രിയാത്മകത നിങ്ങളെ ചിന്തയിലേക്ക് നയിക്കുന്നു. ചിന്ത നിങ്ങളെ അറിവിലേക്ക് നയിക്കുന്നു. അറിവാണ് മികച്ച വ്യക്തിത്വത്തിലേക്ക് നമ്മെ വളർത്തുന്നത്. ഭാരതത്തിലെ വിദ്യാർത്ഥികളോടുള്ള മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഉപദേശമാണിത്. ജീവിതകാലം മുഴുവൻ വിദ്യാർത്ഥിയാണ് ഞാൻ എന്ന് മന്ത്രിച്ച് ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ മിസൈൽ മാനുമായിട്ടും കൊച്ചു കുഞ്ഞിനെ പോലെ അവസാനം വരെ നല്ല വിദ്യാർത്ഥിയുടെ ജിജ്ഞാസ നിലനിർത്തിയ മഹാഗുരുവായ APJയുടെ പിറന്നാൾ ദിനമായ ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുകയാണ്. വിദ്യാർത്ഥി ലോകത്തിന് ഈ ദിനം ജിജ്ഞാസയുടെയും കൗതുകത്തിന്റെയും ഉത്സവമാണ്. അച്ചടക്കത്തിന്റെയും ആഘോഷമാണ്. വിനയത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും വിലയിരുത്തലിനുള്ള ദിനം കൂടിയാണ്. ഇംഗ്ലീഷിൽ സ്റ്റുഡന്റ് എന്ന വാക്ക് സ്റ്റുഡേർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് വന്നതാണ്. അർത്ഥം തീക്ഷ്ണതയുള്ള, ജിജ്ഞാസയുള്ള വ്യക്തി എന്നാണ്. പഠിക്കാനുള്ള ആഗ്രഹം അഗ്നി പോലെ ജ്വലിക്കുന്ന, കൂടുതൽ അറിവിനായി അനുദിനം ദാഹിക്കുന്ന മനസ്സുള്ള വ്യക്തിയാണ് വിദ്യാർത്ഥി. ഗുരുവിനെ ആദരവോടെ സമീപിക്കുക, വിനയപൂർവ്വം അന്വേഷിക്കുക, സന്തോഷത്തോടെ സേവിക്കുക. അദ്ദേഹം നിന്നിൽ അറിവിന്റെ അമൃത് പകരും. അർത്ഥപൂർണമായ ഈ ഗീതാവചനത്തിൽ ഭാരതീയ പൈതൃകത്തിലെ ഗുരുശിഷ്യ ബന്ധത്തിന്റെ പവിത്രതയും മൂല്യവും വെളിപ്പെടുത്തുന്നുണ്ട്. വിവേകിയെ പ്രബോധിപ്പിക്കുക, അവൻ കൂടുതൽ വിവേകിയായി തീരും. നീതിമാനെ പഠിപ്പിക്കുക, അവൻ ജ്ഞാനിയാകും. ബൈബിളിലെ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഒരു നല്ല വിദ്യാർത്ഥി വിവേകമുള്ള, ജിജ്ഞാസയുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാകണമെന്ന് നിഷ്കർഷമായി പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത്. വെറുതെ വിദ്യാലയത്തിൽ വരുന്നത് കൊണ്ട് മാത്രം ഒരു നല്ല വിദ്യാർത്ഥിയാകുകയില്ല. സത്യത്തിനായി വിശപ്പും ജ്ഞാനത്തിനായി ദാഹവും ഉണ്ടാകണം. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഒരു എളിയ കുടുംബത്തിൽ പിറന്ന APJ മികച്ച വിദ്യാർത്ഥിയായത് ഗുരുക്കന്മാരോടുള്ള ദൈവതുല്യമായ എളിമയും ആദരവും ഹൃദയത്തിൽ അഗാധമായി എളിമയും സൂക്ഷിച്ചുകൊണ്ടാണ്. വിനയത്തോടെ പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയും അവന്റെ കഴിവിനൊത്ത് വിജ്ഞാനിയായി തീരും എന്നതിന് APJ സാക്ഷി. മികച്ച വിദ്യാർത്ഥിയാകാൻ 1 ഡിസിപ്ലിൻ ആൻഡ് ഫോക്കസ്, അച്ചടക്കവും ലക്ഷ്യബോധവും. നിന്റെ മനസ്സിനെ ഉണർവിലേക്ക് പരിശീലിപ്പിക്കുകയാണ് അച്ചടക്കത്തിലൂടെ ചെയ്യുന്നത്. അലസതയും അശ്രദ്ധയും അകറ്റി ലക്ഷ്യം മാത്രം ലക്ഷ്യം വയ്ക്കുമ്പോൾ വിജയം മാത്രം പ്രതിഫലം. ക്യൂരിയോസിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി, ജിജ്ഞാസയും ക്രിയാത്മകതയും. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. മടുപ്പ് തോന്നാതിരുന്നാൽ നമുക്ക് യഥാകാലം വിളവെടുക്കാം. ഈ ബൈബിൾ വചനം വിദ്യാർത്ഥികളുടെ നന്മകൾ അറിയാനുള്ള ആഗ്രഹവും സർഗാത്മകമായ പോഷണവും ചൂണ്ടിക്കാട്ടുന്നു. ഈ നന്മകൾ നഷ്ടപ്പെടുത്താതെ വിദ്യാർത്ഥി വിളവെടുക്കും, തീർച്ച. 3 പെർസെവറൻസ് ആൻഡ് ഹാർഡ് വർക്ക്, സ്ഥിരോത്സാഹവും കഠിനാധ്വാനവും. APJ എപ്പോഴും പറയുന്ന ഒരു വിജയ സത്യമുണ്ട്. മികവ് എന്നത് അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതല്ല, അത് നിരന്തര പരിശ്രമത്തിന്റെ ഫലമാണ്. വിജയം ആരെങ്കിലും കൊണ്ടുവന്ന് തരണേ എന്ന് നിലവിളിച്ച് കയ്യും നീട്ടി നിന്നാൽ പോരാ. കയ്യും മേയും മറന്ന് സ്ഥിരോത്സാഹത്തോടെ കഠിനാധ്വാനം ചെയ്യുക തന്നെ വേണം. ഹ്യൂമിലിറ്റി, വിനയം. നല്ല വിദ്യാർത്ഥി ഗുരുഭക്തിയും വിനയവും ഉള്ള വ്യക്തിയായിരിക്കും എന്നതിന് 2 പക്ഷമില്ല. അധ്യാപകരോട് അനാദരവ് കാണിക്കുന്ന വിദ്യാർത്ഥികൾ ഗുരുത്വം കെട്ടുപോകുന്ന കുരുത്തം കെട്ടവരായി, നാടിനും വീടിനും അപമാനം വരുത്തുന്നവരായി മാറും. 5 കമ്പാഷനേറ്റ് ക്യാരക്ടർ, കരുണയുള്ള സ്വഭാവം. നല്ല വിദ്യാർത്ഥികൾ പഠിക്കുന്നവർ മാത്രമല്ല, നല്ല സ്നേഹമുള്ളവരുമായിരിക്കും. ചിന്തിക്കുന്നവർ മാത്രമല്ല, നല്ല സേവന സന്നദ്ധരുമായിരിക്കും. സത്കീർത്തി വലിയ സമ്പത്തിനേക്കാൾ അഭികാമ്യമാണ്. ദയ സ്വർണത്തെയും വെള്ളിയെയും കാൾ വിലയേറിയതുമാണ് എന്ന ബൈബിൾ സന്ദേശം മറക്കാതിരിക്കാം. APJയുടെ ജീവിതത്തെ സ്വാധീനിച്ച ഈ 5 കാര്യങ്ങൾ നമുക്ക് നല്ല വിദ്യാർത്ഥികളായി നാടിന്റെ ഭാവിയുടെ നിർമ്മാതാക്കളാകാം. നിന്റെ സ്വപ്നം സത്യമാകും മുൻപേ നിന്റെ ലക്ഷ്യം നീ സ്വപ്നം കാണണം എന്നും
നീ സ്വപ്നം കാണുന്നതിനെ യാഥാർത്ഥ്യമാക്കാനുള്ള ശേഷി ദൈവം നിന്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നും ജ്വലിക്കുന്ന മനസ്സുകളിൽ പറഞ്ഞ APJ അബ്ദുൽ കലാം എന്ന മഹാനായ മനുഷ്യൻ ജീവിതത്തിൽ ഒരു നല്ല വിദ്യാർത്ഥിയും ഗുരുത്വമുള്ള ശിഷ്യനുമായി തീർന്നു. നിന്റെ നിയോഗം നിരന്തരം അധ്വാനിക്കുക എന്നത് മാത്രം. അധ്വാന ബലത്തെ പറ്റി ആശങ്ക വേണ്ട, ബലം തരുന്നത് ദൈവമാണ് എന്ന ഭഗവത്ഗീതയുടെ സന്ദേശം നല്ല വിദ്യാർത്ഥിയായി വിജയം വരെ കഠിനാധ്വാനം ചെയ്യാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രചോദനമാണ്. നീ വിജയിച്ചവരുടെ ചരിത്രം മാത്രം വായിക്കരുത്. നിനക്ക് അതിശയം മാത്രം തോന്നിയേക്കാം. നീ പരാജിതരുടെ കഥകൾ വായിക്കണം. വിജയിക്കാനുള്ള വഴികൾ അവിടെ കണ്ടെത്തും. APJയുടെ ത്രസിപ്പിക്കുന്ന ജീവിതം എല്ലാ വിദ്യാർത്ഥികളെയും തങ്ങളുടെ ലക്ഷ്യം വയ്ക്കുവാൻ നിരന്തരം സത്യസന്ധമായി കഠിനാധ്വാനം ചെയ്യുന്നവരാകാനും പ്രചോദിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. അറിയാനുള്ള ആഗ്രഹവും സർഗാത്മകമായ പോഷണവും ചൂണ്ടിക്കാട്ടുന്നു. ഈ നന്മകൾ നഷ്ടപ്പെടുത്താതെ വിദ്യാർത്ഥി വിളവെടുക്കും തീർച്ച. 3. പെർസെവറൻസ് ആൻഡ് ഹാർഡ് വർക്ക്. സ്ഥിരോത്സാഹവും കഠിനാധ്വാനവും. APJ എപ്പോഴും പറയുന്ന ഒരു വിജയ സത്യമുണ്ട്. മികവ് എന്നത് അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതല്ല, അത് നിരന്തര പരിശ്രമത്തിന്റെ ഫലമാണ്. വിജയം ആരെങ്കിലും കൊണ്ടുവന്ന് തരണേ എന്ന് നിലവിളിച്ച് കയ്യും നീട്ടി നിന്നാൽ പോരാ. കയ്യും മേയും മറന്ന് സ്ഥിരോത്സാഹത്തോടെ കഠിനാധ്വാനം ചെയ്യുക തന്നെ വേണം. ഹ്യൂമിലിറ്റി, വിനയം. നല്ല വിദ്യാർത്ഥി ഗുരുഭക്തിയും വിനയവും ഉള്ള വ്യക്തിയായിരിക്കും എന്നതിന് 2 പക്ഷമില്ല. അധ്യാപകരോട് അനാദരവ് കാണിക്കുന്ന വിദ്യാർത്ഥികൾ ഗുരുത്വം കെട്ടുപോകുന്ന കുരുത്തം കെട്ടവരായി നാടിനും വീടിനും അപമാനം വരുത്തുന്നവരായി മാറും. 5. കമ്പാഷനേറ്റ് ക്യാരക്ടർ. കരുണയുള്ള സ്വഭാവം. നല്ല വിദ്യാർത്ഥികൾ പഠിക്കുന്നവർ മാത്രമല്ല, നല്ല സ്നേഹമുള്ളവരുമായിരിക്കും. ചിന്തിക്കുന്നവർ മാത്രമല്ല, നല്ല സന്നദ്ധരുമായിരിക്കും. സത്കീർത്തി വലിയ സമ്പത്തിനേക്കാൾ അഭികാമ്യമാണ്. ദയ സ്വർണത്തെയും വെള്ളിയെയും കാൾ വിലയേറിയതുമാണ് എന്ന ബൈബിൾ സന്ദേശം മറക്കാതിരിക്കാം. APJയുടെ ജീവിതത്തെ സ്വാധീനിച്ച ഈ 5 കാര്യങ്ങൾ